ഉച്ചയ്ക്കത്തെ ചോറിനായിട്ട് ആദ്യം തന്നെ ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അരപ്പൊക്കെ ചവച്ചെടുത്തിട്ട് ചക്കക്കുരു വേവിക്കാൻ വെച്ചു. ചക്കക്കുരു ഇട്ട് ചീരത്തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിനിടയ്ക്ക് ചിക്കന് വേണ്ടുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് തോരൻ റെഡിയാക്കി. അതിനിടയ്ക്ക് അല്പം തേങ്ങ തിരുമ്മിയെടുത്തു. വറ്റൽമുളക് കനലിൽ ചുട്ടെടുത്തിട്ട് ചുവന്നുള്ളിയും വെച്ച് ഉപ്പും ചേർത്ത് ഒരു ചമ്മന്തി അരച്ചെടുത്തു. ചിക്കനെ കഴുകിക്കൊണ്ടുവന്നു. കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അരപ്പൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലിട്ടു. തീ കുറച്ച് വെച്ച് അവിടെ ഇരുന്ന് മുരിഞ്ഞ് വേവട്ടെ. ആ സമയം കൊണ്ട് ഉള്ളി പൊളിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി പൊളിക്കാൻ എന്നെ സഹായിക്കാനായിട്ട് കുഞ്ഞനുണ്ട്. അവൻ്റെ കിച്ചൺ സെറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഉള്ളി പൊളിക്കുകയായിരുന്നു. ചിക്കൻ ഫ്രൈ ഒന്ന് എണ്ണ തോരാൻ വേണ്ടി വെച്ചു. അതിനിടയ്ക്ക് ചിക്കനെ അടുപ്പത്താക്കാനായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി പച്ചമുളക് ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് നല്ല തിളച്ച ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇട്ടത് ഗരം മസാലയാണ്. സാധാരണയായിട്ട് വീട്ടിൽ പൊടിക്കുന്ന മസാലയാണ് ചേർത്ത് കൊടുക്കാറ്. ഇത് കവറിൽ കിട്ടിയ ഗരം മസാലയാണ് ഞാനിന്ന് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരപ്പ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കറിവേപ്പില നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നല്ലപോലെ ഒന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് കുറുകി വരാനായിട്ട് വെച്ചു. അതിനിടയ്ക്ക് തന്നെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തു. അതിനിടയ്ക്ക് ഒരു പച്ചമോര് തയ്യാറാക്കി. പിന്നെ ചോറ്, ചിക്കൻ കറി, ചീരത്തോരൻ, ചിക്കൻ ഫ്രൈ, മാങ്ങാച്ചറൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. ഏരിസ് പ്ലക്സ് എന്ന് പറയുന്ന ഒരു പുതിയ തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എമ്പുരാൻ കാണാമെന്ന് വിചാരിച്ചു പോയത്. എത്ര നാളായി തിയേറ്റർ തുടങ്ങിയിട്ട്? ഒരാഴ്ച. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു അടിപൊളി തിയേറ്റർ. മറ്റു തിയേറ്ററുകളെ അപേക്ഷിച്ച് ലേസർ സംവിധാനത്തിലുള്ള സ്ക്രീനാണ് ഇവിടുത്തേത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഷോ തുടങ്ങിയത്. 10 മണിക്കായിരുന്നു ഷോയ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പോപ്കോണൊക്കെ തിന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. തറയെ നോക്കിപ്പോ. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.